നമസ്കാരം. ശബരിമലയിൽ വൻ പ്രതിസന്ധി. ലോവർ തിരുമുറ്റത്തെ തിരക്ക് കണ്ട് ഞാൻ തന്നെ ആശങ്കപ്പെടുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ചന്ദ്രാനന്ദൻ റോഡ് വഴി ആളുകൾ ചാടിയെത്തുന്നു. എല്ലാ അർത്ഥത്തിലും പോലീസ് പരാജയപ്പെട്ടുവെന്ന സൂചനയാണ് ജയകുമാർ നൽകുന്നത്. വൃശ്ചികം 2-ാം തീയതി സാധാരണ സന്നിധാനത്ത് കാണാത്ത തിരക്കാണ് ഉള്ളതെന്നും സമ്മതിച്ചു. പമ്പയിലേക്ക് ഭക്തരെ വിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് പോലീസിന് കത്തും നൽകി. പമ്പയിൽ വലിയ ഭക്തജന കൂട്ടമുണ്ട്. 10-15 മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സാഹചര്യമുണ്ടെന്നും ജയകുമാർ തന്നെ പറയുന്നു. ദേവസ്വം ജീവനക്കാർക്ക് മെസ് സൗകര്യമില്ല. ശുചിമുറികൾ വൃത്തിയാക്കാൻ സംവിധാനമില്ല. കുടിവെള്ള വിതരണത്തിനും പ്രശ്നമുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുന്നു. അതായത് വമ്പൻ പ്രതിസന്ധിയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എല്ലാം സുഗമമാണെന്ന് പോലീസ് പറയുമ്പോഴാണ് ഇതെല്ലാം. ക്യൂ കോംപ്ലക്സിന്റെ ഉദ്ദേശം നിറവേറ്റിയിട്ടില്ലെന്നും ജയകുമാർ പറയുന്നു. അവധി ദിവസങ്ങളാകുമ്പോൾ ഇനിയും തിരക്ക് കൂടും. ഈ സ്ഥിതിഗതിയെ എങ്ങനെ നേരിടുമെന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. ശബരിമലയിൽ ഭക്തക്ഷേമത്തിനെന്നോണം കെ ജയകുമാറിനെ മണ്ഡല തീർത്ഥാടനത്തിന് തൊട്ടുമുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ടും പുറത്തേക്ക് വരുന്നത് ദുരിത വാർത്തകൾ മാത്രമാണ്. 15 മണിക്കൂറോളം ക്യൂ നിൽക്കണം. തീർത്ഥാടനത്തിന്റെ തുടക്കത്തിൽ ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക്. ശബരിമലയിൽ കൊള്ള നടത്തിയവർ പിടിയിലായതോടെ വിശ്വാസികൾ ആവേശത്തോടെയാണ് മല ചവിട്ടുന്നത്. വലിയ തോതിൽ മലയാളികളും എത്തുന്നു. ശബരിമലയിൽ ഏർപ്പെടുത്തിയ പ്ലാസ്റ്റിക് നിരോധനത്തിന് ബദലില്ലാത്തത് വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. കുടിവെള്ളമില്ലാതെ വലയുകയാണ് ദർശനത്തിനായി ക്യൂ നിൽക്കുന്നവർ. എല്ലാ പോയിന്റുകളിലും കുടിവെള്ളം നൽകാനുള്ള സംവിധാനം കുറവുണ്ട്. ഭക്തർക്ക് ബിസ്ക്കറ്റ് നൽകുന്ന തരത്തിലെ ലഘുഭക്ഷണ വിതരണം എന്ന പദ്ധതിയും അവതാളത്തിലായി. മുമ്പ് ഇതെല്ലാം സ്പോൺസർമാരാണ് നൽകിയിരുന്നത്. നിലവിലെ വിവാദങ്ങളോടെ സ്പോൺസർമാർക്ക് ആശങ്കകൾ പലതാണ്. ഇതും ബിസ്ക്കറ്റ് വിതരണത്തെ ബാധിച്ചിട്ടുണ്ട്. പോലീസിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തുന്ന പ്രസ്താവനയാണ് ജയകുമാറിൻ്റേത്. ആൾക്കൂട്ട നിയന്ത്രണത്തിൽ വലിയ പിഴവുണ്ടാകുന്നുവെന്നാണ് ജയകുമാർ പറയാതെ പറയുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ തിരക്ക് വർദ്ധിച്ച് നിലയ്ക്കലിൽ KSRTC പോലീസ് ക്രമീകരണങ്ങളും താളം തെറ്റുന്നു. സന്നിധാനത്തേക്കുള്ള KSRTC ബസ്സുകളിൽ കയറാൻ കഴിയാതെ തീർത്ഥാടകർ തിക്കും തിരക്കും കൂട്ടുന്ന സ്ഥിതിയാണ്. മുൻ വർഷങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ബാരിക്കേഡ് വെച്ചുള്ള നിയന്ത്രണ സംവിധാനം ഇത്തവണ നിലയ്ക്കലിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അതാണ് തീർത്ഥാടകരുടെ തിക്കിനും തിരക്കിനും പ്രധാന കാരണം. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള പോലീസുകാരുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. സന്നിധാനത്തും പമ്പയിലും തിരക്ക് നിയന്ത്രിക്കാൻ സാധാരണയായി ഉണ്ടാകാറുള്ള NDRF, RAF തുടങ്ങിയ കേന്ദ്ര സേനകളുടെ അഭാവമാണ് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നത്. തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടും കേന്ദ്ര സേനകളെ ഇതുവരെ ശബരിമലയിൽ നിയോഗിച്ചിട്ടില്ല. കേന്ദ്ര സേനകളെ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കത്തയച്ചിരുന്നെങ്കിലും മണ്ഡലകാലം തുടങ്ങുന്ന ദിവസം മുതൽ സേനകൾ ഉണ്ടാകേണ്ട പതിവ് ഇത്തവണ തെറ്റി. ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് 10 മണിക്കൂർ വരെ നീണ്ടു. നട തുറന്ന ആദ്യ ആഴ്ചയിൽ തന്നെ ദർശനം നടത്താനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തരുടെ പ്രവാഹമാണ്. വെർച്വൽ ക്യൂ സംവിധാനമുണ്ടെങ്കിലും കുട്ടികളും പ്രായമായ സ്ത്രീകളടക്കമുള്ള ഭക്തർ മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കേണ്ട സ്ഥിതിയുണ്ട്. സന്നിധാനത്ത് തിരക്ക് കൂടുന്നത് നിയന്ത്രിക്കാൻ പമ്പ മുതൽ നിയന്ത്രണ ക്രമീകരണം ഉണ്ടാകും. സന്നിധാനത്തെ തിരക്ക് കൂടി പരിഗണിച്ചാകും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുക. ദിനംപ്രതി 90,000 പേർക്കാണ് മല കയറാൻ അവസരമുള്ളത്. സത്രം വഴി കാനനപാതയിലൂടെയും ഭക്തരെ കടത്തിവിടുന്നുണ്ട്. ആകെ 18 മണിക്കൂറാണ് ശബരിമലയിൽ ദർശന സമയം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കാൻ സാധ്യതയേറെയാണ്. ഇത് മുൻകൂട്ടി കണ്ട് വിപുലമായി സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി നവംബർ 16-ന് നട തുറന്ന ശേഷം ഇന്നലെ വരെ 1,36,000-ത്തിലധികം പേർ ദർശനം നടത്തിയതായി ADGP ശ്രീജിത്ത് അറിയിച്ചു. ആദ്യ ദിനം മാത്രം 55,000-തോളം പേരാണ് ദർശനത്തിനെത്തിയത്. തീർത്ഥാടന കാലത്തേക്കായി 18,000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. നിലവിൽ 3,500 ഉദ്യോഗസ്ഥരെ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. സുഗമവും സുരക്ഷിതവുമായ തീർത്ഥാടനത്തിനായി പോലീസ് എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ചാനലുകളടക്കം പുറത്തുവിടുന്ന പ്രതികരണങ്ങൾ ഭക്തരുടെ നിരാശയാണ് തെളിയിക്കുന്നത്. തീർത്ഥാടകർ നിർദ്ദേശങ്ങൾ പാലിച്ച് ദർശനം നടത്തി മടങ്ങണം. വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെ 70,000 പേരെയും സ്പോട്ട് ബുക്കിംഗിലൂടെയുള്ള 20,000 പേരെയും ഉൾപ്പെടെ പരമാവധി 90,000 തീർത്ഥാടകർക്കാണ് ഒരു ദിവസം ദർശനം അനുവദിക്കുക. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ആളുകൾ എത്തുന്നുണ്ട്. നിലയ്ക്കലിന് മുമ്പ് ഇലവുങ്കലിലടക്കം പോലീസ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. തിരക്കനുസരിച്ച് മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. എല്ലാവർക്കും സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനായി വെർച്വൽ ക്യൂ പാസ് അനുവദിച്ചിട്ടുള്ള ദിവസം തന്നെ ദർശനം നടത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിവെള്ളത്തിനൊപ്പം ശുചിമുറികളുടെ പ്രതിസന്ധിയും ചർച്ചയാകുന്നുണ്ട്. സ്ഥാപിച്ച പല ബയോ ടോയ്ലറ്റുകളിലേക്കും വെള്ളത്തിന്റെ കണക്ഷൻ കൊടുക്കാത്തതും പ്രതിസന്ധിയാണ്.